പണികളോട് പണികളാണല്ലോ ദൈവമേ എനിക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രാത്രി 12 മണി. വാസുകി കുട്ടി വസുവിൻ്റെ മുതുകത്ത് ഒരൊറ്റ ഇടി, കൈയുടെ കുഴയങ്ങ് തെറ്റി. അങ്ങനെ ഇതാ കൊട്ടിയം കിംസിലോട്ട് വന്നു കേട്ടോ. രാത്രി 12 മണി ആയിട്ടുണ്ട്. കൊച്ചു കരയുമ്പോൾ മനസാക്ഷി ഇല്ലാത്ത നീയൊക്കെ വീഡിയോ എടുക്കണോ എന്ന് ആർക്കെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചോളൂ കേട്ടോ. കാര്യം ഇത് നമുക്കൊരു പുത്തരിയല്ല. കാര്യം നമ്മളെ വീട്ടിൽ ഇങ്ങനെ തൊട്ടാൽ അപ്പോഴേ തെന്നിപ്പോണ കുറേ കുഴകളുണ്ട്. അത് അത്രയും ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് നമുക്കിതൊരു പുത്തരിയല്ല കേട്ടോ. അങ്ങനെ ഇതാ പിറ്റേന്ന് ഓർത്തോയെ കാണണമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പിടിച്ച് വെളിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പിറ്റേന്ന് ഓർത്തോയെ കാണാനിരിക്കുന്ന ഇരിപ്പാ ഇത്. എൻ്റെ പൊന്നോ, എന്ത് ഗമയാണ്, എന്തോ വലിയ കാര്യം ചെയ്താണക്ക്. പിറ്റേന്ന് എനിക്കും ഹോളി ക്രോസിൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെന്ന ഉടനെ ഡോക്ടറെ കാണാതെ നേരെ ക്യാൻറ്റീനിൽ പോയി ജ്യൂസും ഒരു സമൂസയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാസിക്കുട്ടിയുടെ കൈ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 ദിവസം കെട്ടിയിടണമെന്നാണ് പറഞ്ഞത്. കെട്ട് കണ്ടിട്ട് കുറച്ച് ദിവസം കിടക്കുമെന്ന് തോന്നുന്നു. കാര്യം ആൾ അതുമായിട്ട് അങ്ങ് ഇണങ്ങി ചേർന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ഊരിയെടുക്കാൻ ഇനി ഞാൻ എന്ത് പാടുപെടണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇതാ ഞാൻ ഡോക്ടറെ കാണാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൈ കൊണ്ട് മറ്റുള്ളവരെ ഇടിക്കണം. ഇടിച്ചപ്പോ സ്വന്തം കൈ തന്നെ പോയി. മറ്റുള്ളവർക്ക് ഇതൊരു പാഠമായിരിക്കും. മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ നമ്മുടെ കൈ പോകും. അതുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക കേട്ടാ. അതിന് വച്ചുകൂട്ടിനെ അടിക്കോ? ഓന്ന് ഇല്ലാന്ന് പറ. ഇനി വരുന്ന പണികൾ ഏറ്റുവാങ്ങാൻ നമുക്ക് ആരോഗ്യം വേണ്ടേ? അങ്ങനെ ദാ നമ്മളൊരു കഴിക്കാനായിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാസുകിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ മന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മന്തിയെങ്കിൽ മന്തി, പക്ഷേ ഫുഡ് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. വാസുക്കുട്ടി അറിഞ്ഞിട്ടില്ല മന്തി കഴിച്ച കാര്യം. ഇത് കാണുമ്പോഴേ അറിയത്തുള്ളൂ. അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും നമ്മളെ ചമ്മന്തിയാക്കും.